ഇനി ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്നിപ്പോൾ പുനരാരംഭിക്കുന്നുണ്ട്. സ്വകാര്യ സർവകലാശാല ഭേദഗതി ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കും. വർദ്ധിച്ചു വരുന്ന ലഹരി അക്രമ സംഭവങ്ങളും ഒപ്പം ആശാ വർക്കർമാരുടെ സമരവും ഉൾപ്പെടെയൊക്കെ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അപ്പോൾ ഇന്ന് സഭയിൽ എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം, എങ്ങനെയൊക്കെ സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത? തീർച്ചയായും പ്രക്ഷുബ്ധമാകും. അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളാണ് ഇന്ന് വരിക തുടങ്ങി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം VS അനു ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അനു, ഗുഡ് മോർണിംഗ്. ഈ ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ ബജറ്റ് സമ്മേളനം വീണ്ടും പുനരാരംഭിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്വകാര്യ സർവകലാശാല ബില്ല് 2 ആഴ്ച മുൻപ് ഈ കരടിന് CPI ഉൾപ്പെട്ട മന്ത്രിസഭയാണ് അംഗീകാരം നൽകിയതെങ്കിലും CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളൊന്നും ഇതിന് അനുകൂലമായ നിലപാടിലല്ല. അവരുടെ മാർച്ചുകളൊക്കെ ഇന്നുണ്ട്. അപ്പോൾ CPI ഈ വിഷയത്തിൽ ഇന്ന് സഭയിൽ സ്വീകരിക്കുന്ന നിലപാടടക്കം നിർണായകമാകും. ഒപ്പം ആശാ വർക്കേഴ്സിന്റെ സമരം ഒരു ഭാഗത്ത് നടക്കുന്നു. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി അതിക്രമങ്ങൾ മറ്റൊരു വശത്തുണ്ട്. അപ്പോൾ ഇന്ന് സഭയിൽ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം അനു? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഞാനിപ്പോൾ നിൽക്കുന്നത് നിയമസഭയുടെ മുന്നിലാണ്. ഇന്ന് 18 ദിവസത്തിന് ശേഷം നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുന്നു. ഇന്ന് സേതു സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 ബില്ലുകൾ ഇന്ന് നിയമസഭയിൽ വരുന്നുണ്ട്. ഒന്ന് സ്വകാര്യ സർവകലാശാല ബില്ലാണ്. അതായത് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്ന സ്വകാര്യ സർവകലാശാല ബില്ല് ഇന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനമുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് CPM ഇത്രയും കാലം ഈ സ്വകാര്യ സർവകലാശാലകളെയൊക്കെ അല്ലെങ്കിൽ അതിനെതിരെ പോരാടിയ CPM അപ്പോൾ ആ പാർട്ടി ഭരണത്തിലിരിക്കുമ്പോഴാണ് സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് തന്നെയാണ് പ്രതിപക്ഷം പ്രധാനപ്പെട്ട ഒരു വിമർശനമായി ഉയർത്തുന്നതും. മറ്റൊന്ന് സ്വകാര്യ സർവകലാശാല ഭേദഗതി ബില്ലാണ്. ഈ ബില്ലിൽ ഏറ്റവും പ്രധാനം പ്രോസ് ചാൻസലറായിട്ടുള്ള മന്ത്രിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഏത് ഫയലും ഏത് സമയത്തും വിളിച്ചു വരുത്താനൊക്കെ കഴിയുന്ന തരത്തിൽ മന്ത്രിയുടെ അധികാരങ്ങൾ കൂട്ടുന്ന സർവകലാശാല ഭേദഗതി ബില്ല് വരുന്നുണ്ട്. മാത്രമല്ല ഈ സർവകലാശാലയിലെ ഭരണസമിതികളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ്, അതുമായി ബന്ധപ്പെട്ട ചുമതല വൈസ് ചാൻസലറിൽ നിന്നും രജിസ്ട്രാറിലേക്ക് മാറ്റാനുള്ള ഭേദഗതിയൊക്കെ ഇന്നത്തെ ഈ ബില്ലിലുണ്ട്. ഇത് രണ്ടും മന്ത്രിക്ക് കൂടുതൽ അധികാരങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് എന്നുള്ള ഒരു പ്രതിപക്ഷ ആക്ഷേപമൊക്കെ വരുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇന്ന് നിയമസഭയിൽ വരുന്ന 2 പ്രധാന ബില്ലുകൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വർദ്ധിച്ചു വരുന്ന ലഹരി അതിക്രമവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത്. മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് ഈ പറയുന്ന ഇത്തരമൊരു ബില്ല് അടിയന്തര പ്രമേയ നോട്ടീസ് സഭയിൽ നൽകുക. അങ്ങനെ ഇന്ന് ആ വിഷയം നടക്കും. അതുകൂടാതെ ഇന്ന് സൂചിപ്പിച്ച പോലെ തന്നെ ആശാ വർക്കർമാരുടെ സമരമുണ്ട്. ആശാ വർക്കർമാരുടെ സമരം ഇന്ന് സംഘർഷം ഉണ്ടാകുമോ, അത്തരം നീക്കങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരം ആലോചനകളൊക്കെ നടക്കുന്നു എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നിയമസഭയ്ക്ക് മുന്നിൽ ഒരു മാർച്ച് വരുന്നുണ്ട്. പോലീസ് നേരത്തെ അല്പസമയം മുമ്പ് SAP ക്യാമ്പിലേക്ക് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നിരുന്നു. അവർ വിവിധ ഇടങ്ങളിലേക്ക് അവർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഏതായാലും നിയമസഭയെ സംബന്ധിച്ച് ഇന്ന് അകത്തും പുറത്തും പ്രക്ഷുബ്ധമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പുറത്ത് ആശാ വർക്കർമാരുടെ സമരമാണെങ്കിൽ അകത്ത് സ്വകാര്യ സർവകലാശാല ബിൽ, സംസ്ഥാനത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന അതിക്രമ സംഭവങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് സേതു. ഈ ആശാ വർക്കർമാരുടെ സമരവും ആയി ബന്ധപ്പെട്ട് കേന്ദ്ര അവഗണന ഇന്ന് സഭയിൽ ഭരണപക്ഷം തന്നെ ഒരു സബ്മിഷനായി കൊണ്ടുവരും. അത്തരം കാര്യങ്ങൾ ഇത് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 9 മണിക്കാണ് നിയമസഭ ആരംഭിക്കുക. ചോദ്യോത്തരവേളയിൽ ഇന്ന് എലപ്പുള്ളി ബ്രൂവറി കമ്പനിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് ചോദ്യോത്തരവേള തന്നെ ഏറ്റവും ശ്രദ്ധേയമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി VS അനു. അപ്പോൾ ഇന്ന് സഭാ സമ്മേളനം പുനരാരംഭിക്കുകയാണ്. വിവിധ വിഷയങ്ങളുണ്ട് സഭയെ പ്രക്ഷുബ്ധമാക്കാൻ തക്കവണ്ണം പ്രതിപക്ഷത്തിന്റെ കയ്യിൽ. അപ്പോൾ സഭ തുടങ്ങുന്ന മുറയ്ക്ക് നമുക്ക് സഭയിലേക്ക് പോകാം.